69-ാം സങ്കീർത്തനത്തെ നാം മശിഹാ സങ്കീർത്തനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് തൻ്റെ അനുഭവങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പോലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന വാക്കുകളാണ് താൻ പ്രവചനദൃഷ്ടിയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ വേദപഠിതാക്കൾ മശിഹാ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ 20ഉം 21ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലാതാനും. ഈ വാക്യം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പറയുന്ന 2 കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ വല്ലാതെ വിഷാദിച്ചിരുന്നതായ സമയത്ത് ആർക്കെങ്കിലും എന്നോട് സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കി, ആർക്കും തോന്നിയില്ല. ഞാൻ വല്ലാതെ വിഷമിച്ചിരുന്നതായ സമയത്ത് എന്നെ ആശ്വസിപ്പിക്കുന്ന ആരെങ്കിലും എൻ്റെ അരികിലേക്ക് വരുന്നുണ്ടോ എന്നും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലാതാനും. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നാം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നാം ആശ്വാസം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയം വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്ന ആരെങ്കിലും അരികിലേക്ക് വന്ന് നമ്മെ ഒന്ന് സാന്ത്വനപ്പെടുത്തിയാൽ, നമ്മെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അത് എത്ര വലിയൊരു സന്തോഷമാണ്. നമ്മുടെ വലിയ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ആശ്വാസമായി അത് മാറുകയാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ പ്രയാസകാലം വരാം, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാം. അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ നാം അറിയാതെ നോക്കുന്നു, ആര് നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കും, നമ്മുടെ അരികിലേക്ക് ആരാണൊന്ന് വരിക. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ മിക്ക പേരും അവരുടെ അരികിലേക്ക് ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കാലത്ത് അതിനൊന്നും ആർക്കും സമയമില്ല. ആർക്കും പോകാനോ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനോ ഒന്നും സമയമില്ല. എല്ലാവരും തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ആരും ആരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാറില്ല. നാം നോക്കുമ്പോൾ എല്ലാവരും നല്ല സന്തോഷമുള്ള മുഖത്തോടെ നടക്കുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും വലിയ സന്തോഷത്തിലാണെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. എല്ലാവരുടെയും മനസ്സ് വലിയൊരു അഗ്നികുണ്ഡമായി മാറിയിരിക്കുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊരു പരിധിവരെ അവരുടെ സമാധാനം കെടുത്തിക്കളയുന്ന പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം. വളരെ വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന, വല്ലാത്ത നിരാശ സമ്മാനിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ മിക്ക പേരുടെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ മുൻപിൽ ചിരിക്കുകയും സന്തോഷം അഭിനയിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മിക്ക പേരും. വാസ്തവത്തിൽ ഈ കാര്യം ഇന്ന് ചിന്തിക്കുവാൻ ഇടയായതിൻ്റെ കാരണം തന്നെ എനിക്കുണ്ടായതായ ഒരു അനുഭവമാണ്. ഞാൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് വന്ന ഒരു കുട്ടി, ഏതാണ്ട് 15 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി, അവൻ്റെ ടേബിളിലേക്ക് കുനിഞ്ഞു കിടന്ന് കരയുകയാണ്. അവൻ ധരിച്ചിരുന്ന ജാക്കറ്റ് കൊണ്ട് മുഖം മറച്ച് അവൻ വല്ലാതെ കരയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അവൻ്റെ അരികിലേക്ക് ചെന്നു. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നീ കരയുന്നത്? അവൻ വല്ലാതെ വിങ്ങി വിങ്ങി കരയുന്നതിനിടയിൽ എന്നോട് പറയുകയാണ്, വി ഹാവ് എ ലോട്ട് ഓഫ് ഫാമിലി പ്രോബ്ലംസ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അവന് സഹിക്കാൻ സാധിക്കുന്നില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അവൻ വല്ലാതെ കരയുകയാണ്. അവൻ്റെ സങ്കടം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇത് കണ്ട എനിക്കും വളരെ പ്രയാസം തോന്നി. കാരണം ഈ 14-15 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് എത്രമാത്രം വിഷമത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചു. ഞാൻ അവൻ്റെ അരികിൽ ചെന്നു. ഞാൻ അവനെ ഒരുപാട് ആശ്വസിപ്പിച്ചു.
അവനോട് ഞാൻ പറഞ്ഞു, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. നീ ദൈവത്തോട് പറയുക. നിന്റെ ഹൃദയത്തിൻ്റെ വേദന ദൈവം അറിയുന്നു. ദൈവം നിന്നെ സഹായിക്കും. അങ്ങനെ അവനെ ഞാൻ ധൈര്യപ്പെടുത്തി. അവൻ വളരെ ധൈര്യമുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ആരെങ്കിലും നമ്മുടെ അരികിലേക്ക് വരുന്നത് എത്രയോ വലിയ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ സമയത്ത് നമ്മെ ആരെങ്കിലും ആശ്വസിപ്പിക്കുന്നത് എത്രയോ വലിയൊരാശ്വാസമാണ്. പക്ഷെ ആർക്കാണതിന് സാധിക്കുക? നാം മുൻപേ ചിന്തിച്ചതുപോലെ എല്ലാവരും തിരക്കുള്ളവരാണ്. ആർക്കും സമയമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകളാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ട് ഇന്നിന്ന ആളുകളൊന്നും എന്നെ കാണാൻ വന്നില്ലല്ലോ, എന്നോടൊരു ആശ്വാസം പറയുവാൻ, എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കുവാൻ ആരും അരികിൽ വന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? ആർക്കും അതിന് സമയമില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവർക്കൊന്നും എൻ്റെ അത്രയും പ്രശ്നങ്ങളില്ല എന്നാണ്. നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുതായി നാം കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വലിയ പ്രശ്നങ്ങളിലൂടെയാണ് മറ്റുള്ളവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആർക്കും ആരെയും ആശ്വസിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുന്നത് ആരാണ്? മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നോക്കുക, കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ ആശ്വസിപ്പിക്കുവാൻ മറ്റൊരാൾക്കും കഴിയുകയില്ല. കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നാട്ടെ. എൻ്റെ അടുക്കൽ നിങ്ങൾ വരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് രാവിലെ ആശ്വാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, എൻ്റെ അരികിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് പറയുകയാണ്, നീ എൻ്റെ അരികിലേക്ക് വന്നാട്ടെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. മനുഷ്യർ നൽകുന്ന സഹായം പോലെ, ആശ്വാസം പോലെ അല്ല ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നത്. കേവലം മാനുഷികമായ വാക്കുകൾ കൊണ്ടല്ല ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നത്. ഞാൻ നിന്റെ കണ്ണുനീരൊപ്പി നിന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്നെ തലോടി നിനക്ക് സൗഖ്യം നൽകി നിന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തി നിന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ പ്രയാസം മാറ്റി നിന്നെ ധൈര്യപ്പെടുത്തി നിന്റെ ഉള്ളിൽ ബലം നൽകി നിന്നെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്ന അനുഗ്രഹകരമായ അനുഭവങ്ങൾക്കായി ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കുമോ? മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഒരു കുഷ്ഠരോഗി ചെന്നു. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി അവനോട് പറഞ്ഞു, കർത്താവേ, അവിടുത്തേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. സാധാരണയായി കുഷ്ഠരോഗികൾ അങ്ങനെ മറ്റുള്ളവരുടെ അരികിലേക്ക് ചെല്ലാറില്ല. പക്ഷേ ഈ മനുഷ്യൻ ധൈര്യത്തോടെ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവനൊരു വലിയ വിശ്വാസമുണ്ട്, എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളയുകയില്ല, അവിടുന്ന് എന്നെ സൗഖ്യമാക്കും. അവിടെ ചെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ. കർത്താവ് അവനെ തൊട്ടു എന്നാണ് നാം വായിക്കുന്നത്. സാധാരണയായി കുഷ്ഠരോഗിയെ ആരും തൊടാറില്ല. പക്ഷേ യേശു കർത്താവ് അവനെ തൊട്ടു. അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു. ഇന്ന് രാവിലെ കർത്താവിൻ്റെ അരികിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മെ തൊടുന്നവനാണ്, നമ്മെ അവിടുന്ന് സഹായിക്കുന്നവനാണ്, നമ്മെ കരം പിടിച്ചുയർത്തുന്നവനാണ്, നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനാണ്. ആ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു.
നാം രാവിലെ കേട്ടതായ പാട്ടിൽ നാം അത് തന്നെയാണ് പാടിയത്. മഹാനായ എമിച്ചിരാൻ സാർ ഇങ്ങനെ എഴുതി: ആകുല വേളകളിൽ, ആപത്ത് നാളുകളിൽ, ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പല വിധത്തിലുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ഞങ്ങളുടെ രോഗത്തിൻ്റെ മധ്യത്തിൽ, ക്ഷീണത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ആരെയും കാണാതെ വരുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ് എന്നുള്ള വിലയേറിയ വചനം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആകുല വേളകളിൽ, ആപത്ത് നാളുകളിൽ കർത്താവേ, ഞങ്ങളെ അരികിലേക്ക് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സ് പതറിപ്പോയപ്പോൾ ഞങ്ങളെ തലോടി ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ വഴികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളെ തൊട്ട്, ഞങ്ങളെ സൗഖ്യമാക്കി, ഞങ്ങളെ ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി, ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് കർത്താവെ ഞങ്ങളെ നേരെ നിർത്തി ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, അവിടുത്തെ ധൈര്യം നൽകിയാട്ടെ. ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകിയാട്ടെ. ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മുൻപാകെ നേരെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങൾ കുനിഞ്ഞു വീണു പോവുകയല്ല, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.